ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒക്ടോബർ 12 നാം ആശാഭവൻ ഞായറായിട്ട് ആചരിക്കുകയാണല്ലോ. ആ ഒരു ദിവസത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് എനിക്ക് ഒരു അവസരം തന്ന അഭിമന്യ റൈറ്റർ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ തിരുമേനിയോടും മഹായിടവ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. വ്യത്യസ്ത കഴിവുള്ളവർ, പരിചരണവും ബഹുമാനവും എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ ചിന്താ വിഷയം. മദർ തെരേസയുടെ വാക്കുകളിൽ, "We cannot do great or big deeds, but we can do small deeds with great love." നമുക്കെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല, എന്നാൽ ചെറിയ കാര്യങ്ങൾ വളരെയധികം സ്നേഹത്തോടെ ചെയ്യാൻ സാധിക്കും. ആ വലിയ ദൈവിക സ്നേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആശ്രയമാകുന്നതിന് വേണ്ടി 1998 ആദരണീയനായ സാമാത്യു തിരുമേനി മഹായിടവക ബിഷപ്പായിരുന്ന സമയത്ത് മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച് തുടർന്ന് മഹായിടവക സ്ത്രീജന സഖ്യം ഏറ്റെടുത്ത് നേതൃത്വം നൽകി വരുന്ന പ്രോജക്റ്റാണ് ആശാഭവൻ. കോട്ടയം CMS പ്രസ് കോമ്പൗണ്ടിൽ 2 കുട്ടികളുമായി ഒരു ഡേ കെയർ സെൻ്ററായി ആരംഭിച്ച ആശാഭവൻ 2009 തോമസ് ശാമുവൽ തിരുമേനിയുടെ പ്രത്യേക താല്പര്യത്തിൽ കാണക്കാരിയിൽ ഒരു റെസ്പൈറ്റ് കെയർ സെൻ്റർ, വിശ്രമ പരിചരണ കേന്ദ്രമായി മാറ്റപ്പെട്ടു. ഭവനങ്ങളിൽ വ്യത്യസ്ത കഴിവുകളുള്ള കുഞ്ഞുങ്ങളെ പരിചരിച്ച് ക്ഷീണിതരായ മാതാപിതാക്കൾക്ക് അല്പസമയം വിശ്രമം നൽകുക എന്നതാണ് റെസ്പൈറ്റ് കെയർ സെൻ്ററിൻ്റെ ഉദ്ദേശം. ആ വലിയ ദൗത്യമാണ് മഹായിടവക സ്ത്രീജന സഖ്യം നിർവഹിക്കുന്നത്. 2022 അഭിമന്യ സാബു കോശിച്ചെറിയാൻ തിരുമേനിയുടെ താല്പര്യപ്രകാരം ഇതൊരു സ്പെഷ്യൽ സ്കൂളായി ഉയർത്തപ്പെട്ടു. ഏകദേശം 40 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. അധ്യാപകർ, തെറാപ്പിസ്റ്റുമാർ, അനധ്യാപകർ എന്നിവർ ചേർന്ന് ഏകദേശം 15 പേർ ഇവരെ പഠിപ്പിക്കുന്നതിനായി സേവനം ചെയ്യുന്നു. അന്നു മുതൽ ഇന്ന് വരെ ശ്രീമതി അനു നയനാൻ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നാം ഇവിടെ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്റർ കൂടെ ആരംഭിക്കുകയുണ്ടായി. ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും വൈകല്യമുണ്ട് എന്ന് സ്ഥിരീകരിച്ച ശേഷം എത്രയും പെട്ടെന്ന് അതിനുള്ള തെറാപ്പികൾ ആരംഭിച്ചാൽ വലിയൊരളവ് വരെ അവരിലെ വൈകല്യങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും. അതുമാത്രമല്ല, മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വൈകല്യങ്ങളുമായി പൊരുത്തപ്പെടുവാനും ജീവിതം ക്രമീകരിക്കുവാനും ഏറെ ബുദ്ധിമുട്ടുന്ന സമയമാണിത്. ഒരേ സമയം കുട്ടികൾക്ക് തെറാപ്പിയും മാതാപിതാക്കൾക്ക് കൗൺസിലിങ്ങും നൽകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സെൻറ്ററിൽ 2.5 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള 5 കുട്ടികൾ മാതാപിതാക്കൾ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി എന്നിവ നൽകി വരുന്നു. നമ്മുടെ കുട്ടികൾക്കായി ഹോസ്റ്റൽ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ ഉള്ള കുട്ടികൾക്ക് വിവിധ തൊഴിൽ പഠന പദ്ധതികൾ നടപ്പാക്കുന്നു. ഗവൺമെൻറ് സ്കീമുകളുമായി ചേർന്ന് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പാചക പഠനവും തയ്യൽ പഠനവും ഒക്കെ നടത്തി വരുന്നു. മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിനായി പതിവായി മെഡിക്കൽ ക്യാമ്പുകളും ഡെൻ്റൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നു. അതിനായി MG യൂണിവേഴ്സിറ്റി IUCDS സെൻറ്റർ, അസൻഷൻ സേവന നിലയം, മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് എന്നിവർ നമ്മെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം CMS കോളേജ് ഡിസബിലിറ്റി സെൻറ്ററിലെ അധ്യാപകരും കുട്ടികളും പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു ശോശൻ ജോർജിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ ഡിസബിലിറ്റി ഡേ സെലിബ്രേഷൻ ഡിസംബർ 3-ാം തീയതി സംഘടിപ്പിച്ചു. നമ്മുടെ അനേകം സഭകളും ജനങ്ങളും സ്ത്രീജന സഖ്യങ്ങളും മറ്റു സംഘടനകളും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ആശാഭവൻ വന്ന് കാണുകയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തതുകൊണ്ടാണ് ഇന്നും ഈ സെൻറ്റർ സ്ത്രീജന സഖ്യത്തിൻ്റെ ഒരു അഭിമാനമായി നിലകൊള്ളുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലെയും വനിതാരവത്തിലൂടെയും ആശാഭവന് വേണ്ടി 10 ലക്ഷം രൂപ നൽകുവാൻ സാധിച്ചു. നാം എല്ലാം വ്യത്യസ്ത കഴിവുകൾ ഉള്ളവരാണ്. എന്നാൽ നമ്മുടെ കഴിവുകേടുകളെ മറയ്ക്കാൻ നമ്മിലുള്ള കഴിവുകൾക്ക് സാധിക്കുമ്പോൾ നമ്മിലെ ബലഹീനത മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ പ്രകടമായ രീതിയിൽ കഴിവുകേടുകൾ ഉള്ളവർ, ബുദ്ധി പരിമിതമായവർ, കായികശേഷി പരിമിതമായവർ, ശാരീരിക വൈകല്യങ്ങളുള്ളവർ, ഇങ്ങനെയുള്ളവരെയാണ് നാം വ്യത്യസ്ത കഴിവുകളുള്ളവരായി ചിത്രീകരിക്കുന്നത്. അങ്ങനെയുള്ളവർ സമൂഹത്തിൽ പലപ്പോഴും തള്ളപ്പെട്ടു പോകുന്നുണ്ട്. അവർക്ക് അവസരങ്ങൾ ലഭിക്കാതെ വരുന്നുണ്ട്. നാം പലപ്പോഴും അവരുടെ അവസരങ്ങൾ നിഷേധിച്ചു കളയാറുണ്ട്. എന്താണ് നമ്മുടെ ദൗത്യം? 1, ബഹുമാനം കൽപ്പിക്കുക. അവർ സഹജീവികൾ, സഹതപിക്കേണ്ട കൈത്താങ്ങാകണം. ഇന്ന് നാം വായിച്ച വേദഭാഗത്തിൽ
2 ശമൂവേൽ 9 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് മെഫീബോശത്തിന് കൽപ്പിക്കുന്ന ബഹുമാനം ശ്രദ്ധേയമാണ്. രാജാവിൻ്റെ മേശയെങ്കിൽ ആജീവനാന്തം ഭക്ഷണം കഴിപ്പാനുള്ള യോഗ്യത ഉണ്ടാക്കി കൊടുക്കുന്നു. ചത്ത നായെപ്പോലെ എന്ന് തന്നെത്താൻ അഭിസംബോധന ചെയ്ത് ആശയറ്റവനായി ഹോപ്പ്ലെസ് ആയി തീർന്ന മെഫീബോശത്തിന് ജീവിതം സന്തോഷത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആശ നൽകുന്ന ദാവീദിനെ നമുക്കിവിടെ കാണാം. ഹോപ്പ്ലെസ്സിനെ ഹോപ്പ്ഫുൾ ആക്കി തീർക്കുന്ന മനുഷ്യൻ. കഴിഞ്ഞ ഇടെ നടന്ന നമ്മുടെ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ ഒരു സഭാംഗത്തിന്റെ പ്രസ്താവന ഇപ്രകാരമായിരുന്നു: ദൈവത്തിന് പോലും വേണ്ടാത്ത ഇവരെ സഭയ്ക്ക് എന്തിനാണ്? കഴിവുകൾ ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ ജീവിതം കഴിവുകെട്ടതായി തീരുവാൻ ഒരു നിമിഷം മതി. ഒരു ആക്സിഡന്റ് ആകാം, ഒരു മാനഹാനിയാകാം, നാമും വ്യത്യസ്തരായി പോകാം. സഭയായി നാം ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു ആശാഭവൻ കൊണ്ട് മാത്രം തീരേണ്ടതല്ല നമ്മുടെ ദൗത്യം. സഭയുടെ ഇടവകകളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവർക്ക് ബഹുമാനം കൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 2, പരിചരണം നൽകുക. സുവിശേഷ ഭാഗത്തും ലേഖന ഭാഗത്തും നാം വായിക്കുമ്പോൾ വരണ്ട കൈയുള്ളവനെയും പക്ഷവാതം ബാധിച്ചവനെയും ക്രിസ്തുവിൽ നിന്നുള്ള സൗഖ്യം ലഭിക്കുന്ന അനുഭവം നമുക്ക് കാണാം. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഇതിന് മുഖാന്തരങ്ങളായി തീരുകയാണ്. ഈ സൗഖ്യങ്ങളിലൂടെ അനേകർ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കുന്നുമുണ്ട്. സഭയിലെ ആട്ടിൻകൂട്ടമായി തീർന്ന നാം ബലഹീനരെ സൗഖ്യമാക്കുന്നതിനും പരിചരിക്കുന്നതിനും വേണ്ടി മുന്നിട്ടിറങ്ങുവാൻ സാധിക്കുന്നുണ്ടോ? അതോ നാം അവർക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടോ? നമ്മുടെ ഇടവകകളിൽ എത്രയോ പേർ നിരാലംബരായി കഴിയുന്നു. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ആശാഭവനെയും അവിടുത്തെ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളാക്കി തീർക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, കഴിവുകൾ ഏറെ തന്ന് ഞങ്ങളെ സൃഷ്ടിച്ച പിതാവേ, വ്യത്യസ്ത കഴിവുള്ളവർ ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് പരിചരണവും ബഹുമാനവും നൽകുവാനായിട്ട് ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. അതിനായുള്ള ബുദ്ധിയും പരിജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആശാഭവനെ അവിടുത്തെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.